പത്മ. ലളിതാ സഹസ്രനാമം പാരായണം തുടരുന്നു. അടുത്ത വരി. ധ്യായേ പത്മാസനസ്ഥാം വികസിതവദനാം പത്മപത്രായതാക്ഷീം. ധ്യായേത്, അമ്മയെ ധ്യാനിക്കുന്നു. എങ്ങനെയാണ്? പത്മാസനം, അതായത് തൊട്ടടുത്ത വരികളിൽ നമ്മളെ യോഗത്തിലേക്ക്, യോഗയായി മാറ്റുകയാണ്. അതായത് അമ്മയുമായി ഐക്യത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഓരോ മണ്ഡലത്തിലേക്കും വികസിപ്പിക്കുകയാണ്. അതാണ് വികസിത വദനം. ശാരീരികമായിട്ടുള്ള വെറും ഒരു പുഞ്ചിരിയെ പറ്റിയല്ല, അതും ഉണ്ട്. പക്ഷെ അതിനേക്കാൾ ഏറെ ഉള്ളിലുള്ളൊരു വികാസം നടക്കുന്നുണ്ട്. നമ്മൾ ധ്യാനിക്കുമ്പോൾ അമ്മയിലൂടെ യോഗമായി മാറുകയാണ്. അവിടെയാണ് വികസിത വദനം. അങ്ങനെയുള്ള വികാസം ഉള്ളിൽ സംഭവിക്കുമ്പോൾ നമ്മൾ ചിരിക്കും. വികസിത വദനം. പത്മപത്രായതാക്ഷിയും. പത്മം താമരയുടെ, പത്രായതാക്ഷിയും. വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ് അതിൻ്റെ ഓരോ വരികളും. നമുക്കറിയാമല്ലോ പത്മത്തിൻ്റെ. പത്രായതാക്ഷിയും. അങ്ങനെയുള്ള അക്ഷികളാണ്. ഹേമാഭാം പീതവസ്ത്രാം. ഹേമ ആഭാം ആണ്. ഹേമം എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന ഒരർത്ഥം എന്താണ്? സ്വർണ്ണ നിറം എന്നുള്ളതാണ്, അല്ലെങ്കിൽ മഞ്ഞ നിറം. വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അർത്ഥം ധാതു എന്നാണ്. അതായത് മഞ്ഞ നിറത്തിലുള്ള ധാതു, അതായത് മിനറൽസ് എന്നൊരു അർത്ഥമുണ്ട്. ആ അർത്ഥം ഇവിടെ എടുക്കുകയാണ്. കാരണം അമ്മ ഇപ്പോൾ ഭൂമിയിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്ന ഒരു ധാതുവായി മാറിയിരിക്കുന്നു ഈ വരിയിൽ. ആഭാം, ആഭാം എന്ന് വെച്ചാൽ തേജസ്. പക്ഷെ തേജസ് എവിടെയാണ് ഇരിക്കുന്നത്? ഇത്ര ആഴത്തിലാണ്. സ്വർണം പുറത്തല്ല, നമുക്കറിയാം, കുഴിച്ചെടുക്കുന്നതാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് തേജസ് ഉണ്ടാവുന്നത്? അതായത് നേരത്തെ പറഞ്ഞ വികസിതം. എവിടെയാണ് വികാസം? ഉള്ളിലാണ്, ആഴത്തിലാണ്. അപ്പോൾ മഞ്ഞ നിറമാണ്, ധാതുവാണ്. അമ്മ ഭൂമിയിൽ നമ്മുടെ ഉള്ളിൽ ആഴത്തിൽ ആഭയോടുകൂടിയാണ് ഇരിക്കുന്നത്. തേജസ് ഉണ്ട്, പക്ഷെ വികസിത വദനം. അങ്ങോട്ടേക്ക് നമ്മളും കൂടെ ശ്രമിച്ചാലേ എത്തുകയുള്ളൂ. അല്ലെങ്കിൽ തേജസ് അവിടെ ഉണ്ടാവും, അമ്മ എന്നും ഉണ്ടാവും. നമ്മളിലൂടെ യോഗമായി മാറണം എന്നുള്ളതുകൊണ്ടാണ് ഈ വരി പറയുന്നത്. പീതവസ്ത്രം, നമുക്കറിയാം, മഞ്ഞ നിറമുള്ള വസ്ത്രം. ഇനി ഒരർത്ഥവും കൂടി ഉണ്ട് അവിടെ. പീതം എന്നാൽ പാനം ചെയ്യപ്പെട്ടത്. പാനം ചെയ്യപ്പെട്ടത്. മുൻപുള്ള വരിയിൽ നമ്മൾ പറഞ്ഞിരുന്നു ചഷകം, പാനം. കണക്റ്റ് എങ്ങനെ പോകുന്നതുണ്ടോ? പാനം. അപ്പോൾ പുറമേ ഉള്ളൊരു പാനമല്ല, ഉള്ളിലുള്ളൊരു പാനമാണ്. പാത്രം നമ്മൾ തന്നെയാണ്. പാനപാത്രം, ചഷകം. കരകലിത ലസത്. കരങ്ങൾ നമുക്കറിയാം. കലിത ലസത്, കരങ്ങളിൽ അലങ്കരിക്കപ്പെട്ടിട്ടുള്ള, അതായത് ഹോൾഡ് ചെയ്തിരിക്കുന്ന, ലസിക്കുന്ന. ലസിക്കുന്ന എന്നാൽ ശോഭിക്കുന്ന, അതായത് ലസത്. ഹേമ പത്മാം വരാംഗീം. വീണ്ടും ഹേമ വരികയാണ്. അതായത് നേരത്തെ പറഞ്ഞ അതേ അർത്ഥം ഇവിടെ വീണ്ടും വരികയാണ്. ഹേമ പത്മാം വരാംഗീം. സ്വർണ്ണ നിറമുള്ള പത്മത്തിലൂടെ, സ്വർണ്ണ നിറമുള്ള പത്മത്തിലൂടെ വരാംഗീം, വരങ്ങൾ പ്രവഹിക്കുന്ന ശോഭയെയാണ് തേജസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ലൈറ്റ് വെച്ചിട്ടുണ്ട്, ഇത് പ്രകാശം മാത്രമാണ്. ഇത് അങ്ങ് അടിച്ച് കയറുകയാണെങ്കിലോ അതാണ് തേജസ്. അപ്പോൾ അമ്മ നമ്മുടെ ഉള്ളിൽ ആഴത്തിൽ തേജസ് ആയിട്ടാണ് ഇരിക്കുന്നത്. പ്രവഹിക്കുന്ന തേജസ്സിനാണ്. അമ്മ ഉള്ളിലുണ്ട്, ആ തേജസ്സാണ് പ്രവഹിക്കുന്നത്. അപ്പോൾ അടുത്ത വരി യോഗത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വീണ്ടും കാണാം. ശാന്തി ശാന്തി ശാന്തി. അമ്മേ ശരണം. പത്മ. ധ്യായേത് പത്മാസനസ്താം വികസിതവദനാം പത്മപത്രായതാക്ഷീം. ഹേമാഭാം പീതവസ്ത്രാം കരകലിതലസത് ഹേമപത്മാം വരാംഗീം.